ഇന്ന് പ്രധാന പുരോഹിതനായ കയ്യഫാസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വചനത്തിൽ വായിക്കും. അതിങ്ങനെയാണ്: നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണ്. ഇതൊരു ദൈവിക വെളിപാടിൻ്റെ വാക്കാണ്. ഒരു പുരോഹിതനത് പറയുമ്പോൾ അയാൾക്കതിൻ്റെ റൂട്ട് ഫോം അറിയാം. കാര്യം, രക്ഷയിലേക്കുള്ള പാത അയാളിലൂടെ ഒന്ന് സംസാരിക്കപ്പെടുകയാണ്. ഇത്രയേ ഉള്ളൂ. പഴയ നിയമം മുതൽ, മോശയുടെ കാലം മുതൽ അവരുടെ പാപം മോചിപ്പിക്കാനായിട്ട് ഊനമറ്റതും നൂനമറ്റതുമായ ഒരു കുഞ്ഞാടിനെ കൊല്ലുന്നൊരു പതിവുണ്ട്. അങ്ങനെ കൊല്ലണം, അങ്ങനെയാണ് പാപം മോചിക്കപ്പെടുന്നത്. എല്ലാവരും തിരുനാൾ സമയത്ത് ഒരു കുറവുമില്ലാത്ത ഒരു കുഞ്ഞാടിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പാപം മോചിക്കപ്പെടാൻ വേണ്ടി കൊല്ലുന്നൊരു പതിവ്. ആക്ച്വലി ഈ കുഞ്ഞാടിനെ അല്ല കൊല്ലേണ്ടത്, ഒരു കുറവുമില്ലാത്ത മനുഷ്യനെയാണ്. ആ മനുഷ്യനെ കൊല്ലുന്നതോടുകൂടി ഈ ഭൂമിയിൽ എല്ലാവരുടെ പാപങ്ങളും മോചിക്കപ്പെടും. അങ്ങനെ ഒരാളെ അന്ന് വരെ അവർ കണ്ടിട്ടില്ല. എല്ലാ മനുഷ്യരും കുറവുള്ളവരാണ്. അങ്ങനെ കുറവുള്ളത് കൊണ്ട് അവർ അത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന രീതിയാണ് ഓരോ വർഷവും അവർ ചെയ്ത പാപപരിഹാരത്തിന് വേണ്ടി ഊനമറ്റതും ന്യൂനമറ്റതുമായ കുഞ്ഞാടിനെ കൊന്നുകൊണ്ടിരുന്നത്. ഒരു കുറവുമില്ലാത്തൊരു കുഞ്ഞാട്. എന്നാൽ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ഈ ആചാരത്തെ ഇവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. വിശുദ്ധ ലിഖിതം പൂർത്തിയാക്കപ്പെടാൻ പോവുകയാണ്. രക്ഷ ഭൂമിയിലേക്ക് വരണമെങ്കിൽ മനുഷ്യപുത്രൻ രക്തം ചിന്തണം. അതിനുവേണ്ടിയുള്ള ഫസ്റ്റ് ഡോർ ഇവിടെ തുറക്കുകയാണ്. അങ്ങനെ യേശുവിന് ഇനി എന്ത് ചെയ്യാം എന്ന് പറഞ്ഞ് അന്നത്തെ ഫരിസേയരും പുരോഹിത പ്രമുഖന്മാരും ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പ്രധാന പുരോഹിതൻ കയ്യഫാസ് പറഞ്ഞത്: നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണ്. അവരെന്തിനാണെന്നറിയോ? അതുകൂടി അദ്ദേഹം പറയും. വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി അത് നല്ലതാണ്. മനുഷ്യർ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടാൻ ഒരുവൻ കാൽവരിയിൽ മരിക്കണം. അതിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തു കാൽവരിയിൽ മരിക്കുന്നത്. സംഭവം എല്ലാ പഴയ നിയമത്തിലെ വചനങ്ങളും ദൈവ പദ്ധതിയും പൂർത്തീകരിക്കപ്പെടാനുള്ള സമയം എത്തി എന്നുള്ള തെളിവാണ് ഈ വാക്ക്. നമ്മൾ ഓർക്കണം, ചില സഹനങ്ങളിൽ പോലും, ചില കണ്ണുനീരിൽ പോലും രക്ഷ ഒളിഞ്ഞു കിടപ്പുണ്ട്. യേശുവിനെതിരെ ഗൂഢാലോചനയിൽ പറഞ്ഞ ഈ വാക്ക് പൂർത്തീകരിക്കപ്പെട്ടത് കാൽവരിയിലാണ്. എല്ലാവർക്കും വേണ്ടി അവൻ മരിച്ചു, രക്തം ചിന്തി, ഭൂമിയിൽ രക്ഷ കൈവന്നു. അങ്ങനെയാണെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് ഈ ഭൂമിയിൽ ദൈവം തൻ്റെ ജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. നമ്മൾ അത്രത്തോളം സ്നേഹിച്ച സ്വർഗത്തിലൊരു പിതാവും ജീവൻ നൽകി സ്നേഹിക്കാൻ തക്ക വിധത്തിലൊരു പുത്രനായ ദൈവവും നമുക്കുണ്ടായിരിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എല്ലാവർക്കും വേണ്ടി അവൻ മരിച്ചു. ആ ഒരു ബോധ്യത്തിൽ ജീവിച്ചാൽ നമുക്കെങ്ങനെ പാപം ചെയ്യാൻ പറ്റും? എങ്ങനെ ഈ പഴയ ജീവിതം ജീവിക്കാൻ പറ്റും? കുറച്ചും കൂടി പുതുമയുള്ള ജീവിതം നാളെ മുതലുള്ള വിശുദ്ധവാരം നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.